5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരു കാലഘട്ടത്തിൽ മോഷണ കേസുകളും മുതിർന്നവരെയൊക്കെ കൊല്ലുന്ന പണത്തിന് വേണ്ടി കൊല്ലുന്ന കൊലപാതക കേസുകളുമായിരുന്നു കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പോക്സോ കേസുകളാണ് വളരെയധികം കൂടിയിരിക്കുന്നത്. ബീഹാറിൽ കൊല്ലുന്നു, പല സ്ഥലങ്ങളിൽ കൊല്ലുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പോക്സോ കേസുകളിൽ തടവ് ശിക്ഷ മാത്രം മതിയോ, അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലണമോ? തൂക്കിക്കൊല്ലുന്നതിനെ സംബന്ധിച്ച് വലിയ വിവാദമാണ് ഭാരതത്തിലുള്ളത്. തൂക്കിക്കൊല്ലാൻ പാടില്ല. ദയാഹർജിയുണ്ട്, പ്രസിഡന്റിൻ്റെ ദയാഹർജി. ഒരാളിനെ മുൻസിഫ് കോടതി വിധിച്ചാൽ സുപ്രീം കോടതി വരെ പോകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിക്ഷാകാല ഇളവ്, പരോള്, അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ ദയാഹർജി, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ പോക്സോ കേസുകളിൽ കുറച്ച് പേരെങ്കിലും തൂക്കിക്കൊന്നാലല്ലേ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം ഞാൻ ഉയർത്തുന്നതിന് ഇതൊരു പൊതുജനാഭിപ്രായം കൂടി ഉയർന്നു വരുവാനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടണം. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനു വേണ്ടി അവസാനം ഇപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഒരു കേസ് സ്റ്റഡി നിങ്ങളോട് പറയാം. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ഡിസംബർ 23-ന് ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ മദ്യവും മയക്കുമരുന്നൊക്കെ വഹിക്കുന്നതാണ്. അത് അയാളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അദ്ദേഹം കോളേജിൻ്റെ ക്യാമ്പസിൽ കടന്നുകൂടി ഒരു പെൺകുട്ടി, 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് ഓടിച്ചതിന് ശേഷം മറ്റൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. എത്ര ക്രൂരമായിട്ടാണ് ചെയ്തത്! 19 വയസ്സുകാരിയെ പെൺകുട്ടിക്ക് ഒരു പുരുഷൻ, 10-40 വയസ്സ് പ്രായമുള്ളൊരു പുരുഷനെ ചിലപ്പോൾ കീഴടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പെൺകുട്ടികളെല്ലാം കരാട്ടെ പഠിച്ചുകൊണ്ടെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. രാജലക്ഷ്മി എന്ന ജഡ്ജി ഒരു വനിതാ ജഡ്ജി ആയതുകൊണ്ടായിരിക്കാം 30 വർഷത്തെ തടവും 90,000 രൂപ പിഴയും ഇട്ടു. 30 വർഷത്തെ തടവെന്ന് പറയുമ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലത്ത് മുഴുവൻ ഒരുപക്ഷെ അദ്ദേഹം തടവിൽ കിടക്കേണ്ടി വരും. പക്ഷെ വളരെ പ്രശ്നമുണ്ട്. അങ്ങനെ 30 വർഷം കിടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സുപ്രീം കോടതി എന്നോ രാജ്യത്തെ മറ്റ് മനുഷ്യാവകാശ കമ്മീഷന് ഇടപെട്ടിട്ട് കുറേ വർഷം കഴിയുമ്പോൾ പരോൾ കൊടുക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയൊക്കെ ചെയ്യുന്നത്. അത് വളരെ ക്രൂരമാണ്. എന്തായാലും ഡിസംബർ 23-ന് സംഭവിച്ച ഈ പെൺകുട്ടിയെ, ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് വളരെ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയുണ്ട്, അണ്ണാ യൂണിവേഴ്സിറ്റിയുണ്ട്. ചെന്നൈയിൽ ഉള്ള അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്, ക്യാമ്പസിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ വിശാലമായ പ്രദേശമായിരിക്കും. അവിടെ കാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനോ ബലാത്സംഗം ചെയ്യാനോ ഒക്കെ സുരക്ഷിതമായ സ്ഥലമൊക്കെ കാണും ഒരു വലിയ ക്യാമ്പസൊക്കെ ആകുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? ഇത്രയും പോക്സോ കേസുകൾ വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും 2 വയസ്സ് 4 വയസ്സ് വരെയുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നു, 10 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു, അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു, രണ്ടാനച്ഛൻ പീഡിപ്പിക്കുന്നു, വളർത്തച്ഛൻ പീഡിപ്പിക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വളരെ വ്യാപകമായി അവരുടെ ശരീരവും അവരെ ബലാത്സംഗം ചെയ്തും ദുരുപയോഗം ചെയ്യുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കേസുകൾ അനുദിനം കൂടി വരുമ്പോൾ നമുക്ക് കുറേ പേരെയെങ്കിലും കൊലക്കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചുകൂടെ? ഇതൊരു ചോദ്യമാണ് കേരള സമൂഹത്തോട്, ലോക സമൂഹത്തോട്, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ്. നിങ്ങൾ പ്രതികരിക്കൂ. എന്താണ് നമുക്ക് ഇതിനൊരു പരിഹാരം? ചില ആളുകൾ പറയും നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മതി. ചിലർ പറയും നമുക്ക് കഞ്ചാവ് നിരോധിച്ചാൽ മതി, മയക്കുമരുന്ന് നിരോധിച്ചാൽ മതി, മദ്യം നിരോധിച്ചാൽ മതി. അങ്ങനെയുമുണ്ട്. പിന്നെ സൽസ്വഭാവത്തോടുകൂടി എല്ലാവരും വളർത്തിയാൽ മതി, ആണുങ്ങളെയൊക്കെ സൽസ്വഭാവത്തോടുകൂടി വളർത്തിയാൽ മതി. ഒരിക്കൽ സദ്ഗുരു പറയുകയുണ്ടായി, നിങ്ങൾ പെണ്ണുങ്ങളുടെ പിറകെ നടന്ന് അവരെ നന്നാക്കാനും നടക്കണ്ട, ആണുങ്ങളങ്ങ് നന്നായാൽ മതി, ആൺകുട്ടികളെ നന്നായിട്ട് വളർത്തിയാൽ മതി. അതും നല്ലതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ശിക്ഷകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർത്തുകയാണ് കോയമ്പത്തൂരിൻ്റെ ഈ ബലാത്സംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ.